ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് പണി അപ്ഡേറ്റ് വീട് പണി എവിടം വരെ ആയി എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. ഈ കാണുന്നതാണ് നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് വീട് പണി എവിടം വരെ ആയി, വീട് പണി എവിടം വരെ ആയി എന്നുള്ളത്. അതൊന്ന് കാണിച്ചു തരാം കേട്ടാ. കാണുന്നതാണ് നമ്മുടെ പുതിയ വീട്, അത് പഴയ വീട് കേട്ടാ. പുതിയ വീടിന് അമ്മർത്ത് പണി നടക്കണോണ്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും പണി നടക്കുന്ന വീട്ടിൽ ഇങ്ങനത്തെ ഓരോ വെക്കിനെ കണ്ടിട്ട് വെച്ചാണ്. പോരാത്തതിനിതാ നമ്മുടെ സുന്ദരമായ പഴയ വീട് ഉമ്മർത്തുണ്ട് കേട്ടാ. പഴയ വീടും പഴയ വീടിന്റെ ഐശ്വര്യമായ ഒരു അച്ചമ്മയും. അച്ചമ്മനെ കൊടുക്കുന്നുണ്ട്, വാങ്ങാൻ താല്പര്യമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഹായ് കാണിക്ക്, വീഡിയോ ആണ് വീഡിയോ. വായല്ലേ ഹായ് ഹായ് കൈ കൈ. അതന്നെ ഓരോന്ന് പഠിച്ചു വരുന്നുണ്ട് കേട്ടാ. ഇത് പഴയ വീടാണെങ്കിൽ പഴയ വീടിന്റെ നേരെ മുൻഭാഗത്തായിട്ടാണ് പുതിയ നമ്മുടെ വീട് വരുന്നത് കേട്ടാ. അതായത് പുതിയ വീടിന്റെ ഇവിടെ നിന്ന് നോക്കി എന്ന് പറഞ്ഞാൽ പഴയ വീട് കാണുന്ന ഒരു ഭംഗിയുണ്ടാ. രണ്ടിനും ഒരു മുറ്റം, ഇവിടെ ഒരു തുളസിത്തറ വരും. അതായത് ഈ വീടിന്റെ മുറ്റവും ഈ വീടിന്റെ മുറ്റവും പുതിയ വീടിന്റെ മുറ്റവും ഒന്നാണ് കേട്ടാ. ആ വീടിന്റെ ഐശ്വര്യമാണ് ഈ ഇരിക്കുന്ന ആള്, പേര് തങ്കമ്മ. അങ്ങനെ പുതിയ വീടിന്റെ വാതിൽ ഇവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വീട് കറക്റ്റായിട്ട് ആ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാണിത്. പിന്നെ മുറ്റം, അതായത് വെയിലടിക്കുന്ന ഭാഗം വളരെ കുറവായിരിക്കും. വീട്ടിന് വെയിലൊന്നും ആകെ ഇത്ര മാത്രമാണ് വെയിൽ മുറ്റത്ത് വരുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പുതിയ വീടിന് മുറ്റത്തേക്ക് ഉള്ളിലേക്കൊക്കെ പോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ മുൻഭാഗം, അതായത് സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഇതില്ല. കാരണം ഉമ്മർത്ത് നമ്മുടെ ഈ വീടിൻ്റെ തിണ്ണയുണ്ട്. ആ തിണ്ണ വലുതാക്കിയിട്ട് ഈ വീട് പണി കഴിയുന്നതിനൊപ്പം ആ തിണ്ണ വലുതാക്കും. പോരാത്തതിന് ഒരു പഴയ വീടിൻ്റെ തിണ്ണ സെറ്റപ്പില്ലേ, ഇവിടം വരെ തിണ്ണയായി. ആ തിണ്ണൻ്റെ മുകളിലൊരു തിണ്ണ സെറ്റപ്പിലാണ്. ആ തല തൊട്ട് ഇങ്ങനെ ആ തല വരെ തിണ്ണയാണ്. ആ തിണ്ണയിലിരുന്ന് വരാന്ത പോലെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഇവിടെ വരുന്നത് കേട്ടോ. അതായത് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ വേണ്ട വെച്ച്. അപ്പുറത്തും തിണ്ണ, ആ വീടിലും തിണ്ണ, ഈ തല തൊട്ട് ആ തല വരെ തിണ്ണ, ഈ വീടിൻ്റെയും ഈ തല തൊട്ട് ആ തല വരെ അവിടം വരെ തിണ്ണ. അപ്പോൾ വിശാലമായിട്ടിരുന്ന് സംസാരിക്കുക. മുകളിലിതാ ഇതുപോലത്തെ ലൈറ്റ് മറ്റേതൊക്കെ വയറിൻ്റെ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരെ മെയിൻ വാതിൽ വഴി കയറി വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഹാള്, അതായത് ലിവിങ് റൂം കേട്ടോ. ഈ കാണുന്നതാണ് ലിവിങ് റൂം. മൊത്തം ചളുപൊളിന്നാണ്. അതായത് ഫസ്റ്റ് വാർപ്പ് കഴിഞ്ഞിട്ടില്ല. വീട് പണി തുടങ്ങി 2 മാസം ആവുള്ളൂ. കുറേ പണിത്തിരക്കും മഴയും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് വാർപ്പ് കഴിഞ്ഞില്ല. ഈ ഒരു ആഴ്ചയിൽ മെയിൻ വാർപ്പ് ഉണ്ടാവും. അപ്പോൾ സാധനങ്ങൾ ഓരോന്നും ചളുപുള്ളിന്നാണ് കിടക്കുന്നത്. ഇവിടെ വെള്ളം നിറയ്ക്കാൻ ടാങ്കും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പം ലിവിങ് റൂം ആയിട്ട് വരുന്നത് കേട്ടാ. മൊത്തം ചളുപുളി എന്നായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ ആകെ കാലൊക്കെ നനഞ്ഞ് ആകെ ഒരു ബുദ്ധിമുട്ട്, വഴുതി വീഴുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത്. നമ്മൾ ലിവിങ് റൂമിലേക്ക് വന്നപ്പോൾ തന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീട് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ കെട്ടണത്. കുറേ പേര് ഇഷ്ടിക കൊണ്ട് കെട്ടിയ ബലം കിട്ടുമോ ഇല്ലേ, ഇഷ്ടിക സ്ട്രോങ് അല്ല, ചെങ്കല്ലല്ല, വെട്ടുകല്ല് വെച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നാമത് പണ്ട് കാലത്ത് ഒരുപാട് വീടുകളൊക്കെ ഇന്നും നിലനിൽക്കണ 100-100 വർഷമായി വീടുകൾ വരെ ഇഷ്ടിക കൊണ്ടാണ്. പുരാതന കാലത്ത് ഒരുപാട് വീടുകൾ ഇഷ്ടിക കൊണ്ട് ചെയ്തതാണ്. പോരാത്തതിന് ഇഷ്ടിക മറ്റേ ഹോളോ ബ്രിക്സ് കെട്ടണേയും കാട്ടി സ്ട്രോങ് ആണ്. വെട്ടുകല്ലിന് എത്ര സ്ട്രോങ് ഉണ്ടോയെന്ന് അറിയില്ല. ഇഷ്ടിക കൊണ്ടാണ് ഒരുപാട് വീടുകൾ നമ്മുടെ പാലക്കാടൊക്കെ പണിതിട്ടുണ്ട്. പോരാത്തതിന് ഈ മറ്റേ വെട്ടുകല്ല് എന്ന് പറയുന്നത് ഈ കണ്ണൂർ, മലപ്പുറം ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരന്മാരൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, വെട്ടുകല്ല് കെട്ട് എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ വെട്ടുകല്ല് വരുമ്പോഴേക്കും ഒരു കല്ലിന് 100 രൂപ സംതിങ്, 200 രൂപ സംതിങ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഇഷ്ടിക കൊണ്ടാക്കിയത് കേട്ടാ. പിന്നെ നമ്മുടെ ഹാളിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ്. ഹാളിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് കേട്ടാ. അതായത് ഇപ്പം എല്ലാ വീട്ടിലും ഓപ്പൺ കിച്ചനാന്ന് പറഞ്ഞിട്ടാണ് ഓപ്പൺ കിച്ചൺ പോലെ പണിതിരിക്കുന്നത് കേട്ടാ. കുറേ ഈ വർക്കുകളൊക്കെ മാറ്റും, ഇതൊക്കെ മാറ്റും. ഒരു ഓപ്പൺ കിച്ചൺ, ചെറിയൊരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ. മുകളിൽ സ്ലാബൊക്കെ വാർത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ. പണിയൊന്നും കഴിയാത്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനും പറ്റണില്ല. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഒരു ഓപ്പൺ കിച്ചൺ. പണി കഴിഞ്ഞ് കുറച്ചും കൂടെ വാർപ്പൊക്കെ കഴിഞ്ഞാലാണ് എങ്ങനെയാണ് ഏത് രീതിക്കാണെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ അനാവശ്യമായിട്ട് വെച്ചാൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറെ സെറ്റപ്പ് ആക്കും. ഞാൻ കിച്ചൻ്റെ ഈ ഭാഗത്ത്, അതായത് ഹാളിനോട് ചേർന്നിട്ട് ഒരു മുറി വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ അച്ചമ്മൻ്റെ മുറിയാണ്. നിറയെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കണോണ്ടേ, പലകയും അതും ഇതൊക്കെ വെച്ചിരിക്കണോണ്ട് ചാടിയിട്ടൊക്കെയാണ് വരുന്നത്. നിലത്തൊക്കെ മണ്ണും ചളിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതൊന്നും അച്ചമ്മൻ്റെ മുറി കേട്ടാ. നമുക്ക് വീഡിയോ എടുത്തു തരാൻ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഓരോ വഴിക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. സെൽഫി പോലെ പിടിച്ചിട്ട് സെൽഫി സ്റ്റിക്കിട്ട് വെച്ചിട്ട് എടുക്കുമ്പോൾ മൊത്തം ചളി മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിൽ നിന്ന് നേരെ നമ്മുടെ അച്ഛനും അമ്മൻ്റെയും മുറി വരും കേട്ടോ. ഒരുവിധം വലിയൊരു മുറിയാണ്. അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു മീഡിയം വലിയൊരു മുറിയാണ് കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ സെൻസൈഡ് സാധനങ്ങൾ വെക്കേണ്ട ഒരു സംഭവം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 മാള് ജനൽ, 2 ജനൽ, അങ്ങനെ ഇത്രയുള്ള അച്ഛനായിട്ട് മുറി അതുള്ളൂ. പണി കഴിയാത്തതുകൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആയിട്ട് പറയാനും കാണിക്കാനും പറ്റുന്നില്ല. നേരിൻ്റെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബാത്റൂം സ്പേസ്, ഓപ്പൺ ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ്. അത് കഴിഞ്ഞ് ഓരോ മരക്കഷ്ണങ്ങൾ, മാണിയും അതുപോലെ തന്നെ ചളിയും ഇഷ്ടികയും പലകളും ഓരോന്നും ഓരോ ഭാഗത്ത് വെച്ചതുകൊണ്ട് എല്ലാം വിവരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. വഴുതി വീണാലോ എന്ന് കൊണ്ടാണ് നടക്കുന്നത് ഞാൻ. പണികൾ പൂർണ്ണമാവാത്തതുകൊണ്ട് എല്ലാം വിവരിച്ചും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആദ്യ നില കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിലയിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക്. ഒന്നാമത്തെ നിലൻ്റെ വാർപ്പ് ഈ ആഴ്ച ഉണ്ടാവും. നമ്മുടെ ആദ്യ നിലൻ്റെ പണി മാത്രമാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി 2ാം നിലയ്ക്ക് വാർപ്പ് കഴിഞ്ഞാൽ 2ാം നിലയ്ക്കുള്ള പണികൾ ചെയ്യണം. അതായത് 2ാം നിലയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്റ്റെപ്പ് കയറി വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ലിവിങ് റൂമാണ് 2ാം നിലയിൽ. അവിടെ നിന്ന് നേരെ എൻ്റെ മുറിയിലൊരു ബാത്റൂം, അവിടെ നിന്ന് നേരെ ലിവിങ് റൂം, അറ്റത്തൊരു യൂട്യൂബ് സ്റ്റുഡിയോ പോലത്തെ അറ്റത്തൊരു യൂട്യൂബ് സ്റ്റുഡിയോ പോലെ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വെളിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യണ ഒരു സ്ഥലം പോലത്തെ ഒരു പ്ലാനിങ്, കോർട്ട്യാർഡ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഒരു പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് വാർപ്പും കഴിയാണ്ട് ചുമരൊന്നും കെട്ടിപ്പൂക്കാണ്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരും കേട്ടോ 2ാം നിലയിൽ. എൻ്റെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി വരും. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ്, ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇവിടേക്ക് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇതൊരു ലാർജ് സ്പേസ് ആണ്. ഒരുവിധം വലിയ സെൻസൈഡാണ് കേട്ടോ. അതായത് ഇവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ പൂക്കൾ വെച്ച് പിടിപ്പിക്കാനോ ആ ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് താഴത്ത് തിണ്ണ സെറ്റപ്പ് ആകുമ്പോൾ നിറയെ സ്പേസ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമ്മുടെ പഴയ വീട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മുറ്റം വരുന്നത്. ഇങ്ങനെ ഈ തല തൊട്ട് ആവടം വരെ ഇങ്ങനെ ഒരു മുറ്റം വരും. ആ വീടിന് മുറ്റം, ഈ വീടിന് മുറ്റം. ആ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റ് പണി കഴിയുമ്പോൾ ആ വീടും കുറച്ച് പണികൾ ചെയ്യും. വീട് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഷീറ്റ്, ഉള്ളിൽ ടൈലിടുന്നത്, അങ്ങനത്തെ ഒരുപാട് പണികൾ ആ വീട്ടിലും ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛമ്മനെ ചിലപ്പോൾ കാണാൻ പറ്റുണ്ടോ അച്ഛമ്മ? എവിടെ? ചെയറിലിരിക്കുന്നില്ല ആള്. എവിടെ? ഒന്ന് വെളിയിലേക്ക് ഇറങ്ങ്, നോക്കട്ടെ. ഹായ് കാണിക്ക്. ഹായ് എന്ന് പറഞ്ഞാൽ വായ കാണിക്കുക. കൈ ഹായ് എന്ന് പറഞ്ഞാൽ കൈ. മതി. പെക്കോ. ആഹാ, പഴയ ചേതക്ക്, പഴയ ബുള്ളറ്റ്, പഴയ അച്ചമ്മ, പഴയ വീട്. എന്താ സുഖം, എന്താ ഐശ്വര്യം. ഇതിനോട് ചേർന്ന് ഈ കാണുന്നതെന്ന് പറയുന്നത് റബ്ബർ തൊടിയാണ് കേട്ടോ. നമ്മുടെ തന്നെയാണ്. അച്ഛനാണ് റബ്ബർ തൊടിയൊക്കെ വെട്ടുന്നത്. റബ്ബർ തൊടിയിൽ ചക്കമരം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേരക്കമരം ഉണ്ടായിരുന്നു, അത് മുറിച്ച് കളഞ്ഞു. അങ്ങനെ ആ മോള് വരെ ഉണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് പോവാം കേട്ടോ. പക്ഷേ സ്റ്റെപ്പ് വഴി ഇറങ്ങാണ്ട് അതിസാഹസികമായി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ചാടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അതിസാഹസികമായി സോറി. Ready? 1, 2, 3. 1, 2, 3. പിന്നെ നമ്മുടെ വീട് പണി കഴിയണത് വരെ ആവശ്യമായി എല്ലാ മെറ്റലും അതുപോലെ തന്നെ ഇഷ്ടികല്ലും മണലുകളും എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട് പണി കഴിയണതിന് ആവശ്യമായി എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചിട്ടുണ്ട്, വില കൂടിയാലോ പറഞ്ഞിട്ട്. പിന്നെ വീടിന് ചുറ്റും അതുപോലെ തന്നെ ഉമ്മറത്തും മുറ്റത്തും എല്ലാം ആയിട്ട് വീട് പണിക്ക് ആവശ്യമായ വാർപ്പിന് ആവശ്യമായ ഓരോ സാധനങ്ങളും പലകളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് വീട് പണിന് മുമ്പായിട്ട് നമ്മളടച്ച ബോർവില്ല് കേട്ടോ. ഇപ്പോൾ വീട് പണിക്ക് എല്ലാം ഈ വെള്ളമാണ് യൂസ് ചെയ്യാണ്. നമ്മുടെ അടുത്ത് വീട് പണി രണ്ട് വീടും കൂടെ പണിയുണ്ട്. അവിടേക്ക് ഈ വെള്ളമാണ് കൊടുക്കണം കേട്ടോ. അതാ നമ്മുടെ അച്ഛമ്മ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ചേറിട്ടിട്ട് ഇരിക്കണം. എന്താണ് മുഖത്ത് വാട്ടം? നോക്ക് ശരിക്ക്. മതി. നമ്മുടെ വണ്ടികൾ അമർത്തുന്നുണ്ട്. മെയിനായിട്ടുള്ളൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട് പണിയുന്ന സമയത്ത് താമസിക്കാൻ വേറെ വീടുണ്ട്. അതായത് ഈ വീടുള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നം അറിയില്ല. ചിലർ വാടകയ്ക്ക് അല്ലെങ്കിൽ വേറെ ഷെഡ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ താമസിക്കുമ്പോഴാണ് വീട് പണിയുടെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ആ കഷ്ടപ്പാടും എല്ലാം നമുക്ക് മനസ്സിലാവുക. ഈ വീടുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് അറിയണില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് വീട് പണിയുടെ അവസ്ഥ കേട്ടോ. നമ്മുടെ അച്ഛൻ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു പുറത്ത് പോയിട്ട് വരുമ്പോൾ അരിയുണ്ടോ വാങ്ങിച്ചിരിക്കണം.
പിന്നെ ഈ വീട് പണി കഴിയുന്നതിനനുസരിച്ച് എൻ്റെ ഇപ്പുറത്തുള്ള പഴയ വീടും ഒരുപാട് പണികൾ ചെയ്യും. പിന്നെ 2 ഷീറ്റൊക്കെ എടുത്ത് മാറ്റി വേറൊരു സ്റ്റൈലിലാക്കും. പിന്നെ നടുമുറ്റത്തൊരു തുളസി തറ, ഉമ്മർത്ത് നിറയെ വരാന്ത പോലെ നിറയെ ഇരുന്ന് സംസാരിക്കാനുള്ള തിണ്ണ, ആ ഒരു രീതിക്കാക്കും. അതുപോലെ പുതിയ വീട്ടിൽ ഒരുപാട് ഈ പഴയ ഡിസൈനിലുള്ള ഒരുപാട് വർക്കുകൾ പുതിയ വീട്ടിൽ ചെയ്യണ്ടാ. നമ്മുടെ അച്ഛൻ വെളിയിൽ പോയി വന്ന് മുരിങ്ങ നേരാക്കുകയാണ് ഇപ്പോൾ കറി വെക്കാനായിട്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന വീട് പൊളിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ഈ ഒരു കണക്ഷനാണ് ഈ വീടിനോട്. അതായത് ഈ ചുമരൊന്നും പൊളിയാത്ത ചുമരാണ്, മൺചുമരല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഹോളോ ബ്രിക്സ് കട്ട കൊണ്ട് കെട്ടിയ ചുമരാണ്, കാലങ്ങളോളം നിൽക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ഒരു പട്ടികയൊക്കെ മാറ്റിയിട്ട് അത് വാർപ്പ് അല്ലെങ്കിൽ ഷീറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഇരുമ്പ് കൊണ്ടുള്ള സെറ്റപ്പും അല്ലെങ്കിൽ വീട് വാർക്കും. ഈ ഒരു വീട് പൊളിക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ പഴയ വീട് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ. പുതിയ വീടിൻ്റെ പണി തീർക്കണതിൻ്റെ ഒപ്പം ഈ വീടിൻ്റെയും കുറച്ച് പണികൾ തീർക്കണം. 3 റൂമും ഒരു അടുക്കളയും ഹാളും അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉള്ളൊരു വീടുമാണിത്. പുതിയ വീട്ടിലെ അടുക്കള ഓപ്പൺ കിച്ചൺ ആണെങ്കിലും പഴയ വീട്ടിലായിരിക്കും കൂടുതൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. പഴയതിന് പഴയ സൗകര്യങ്ങളും പുതിയതിന് പുതിയ സൗകര്യങ്ങളും ഉണ്ട്, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. പഴമയുടെ ഈ ടച്ച് അതെന്നും നിലനിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഒരു വാർപ്പൊക്കെ കഴിഞ്ഞ് 2ാം നില കെട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ വീട് മൊത്തത്തിൽ ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് എൻ്റെ ബോർവെല്ല് തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ, സാധനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യണത്. ഈ ഒരു ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിലൊരു ഒരു 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 സന്തോഷമുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അത് ഭയങ്കര സന്തോഷമാണ്. പോരാത്തതിന് ഈ വീട്ടിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഴയ രീതിക്ക്, എനിക്ക് പഴയ വീടുകളാണ് എനിക്കിഷ്ടം കേട്ടോ. പഴയ ടച്ചുള്ള വീടുകളാണ് എനിക്കിഷ്ടം. അപ്പോൾ പഴയ രീതിക്കുള്ള ഈ തിണ്ണ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു, തിണ്ണയൊന്നും വേണ്ട, സിറ്റ് ഔട്ട് മതി, അതാണ് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു തിണ്ണയിൽ ഇങ്ങനെ വരാന്ത പോലെ നിരന്ന്, അപ്പം ഈ വീടിൻ്റെയും തിണ്ണ അപ്പുറത്തെ വീടിൻ്റെയും തിണ്ണ, കോഴി പണ്ടാരും നിലവിളിക്കുന്നു നോക്ക്, അടച്ചൊട്ടൊക്കെ കയറുന്നുണ്ട്, കോഴിയൊരു ശല്യം. അപ്പോൾ പഴയ വീടിൻ്റെയും പുതിയ വീടിൻ്റെയും ഉമ്മർത്തുമ്പുറത്ത് തിണ്ണയിലിരുന്ന് വരാന്ത പോലെ ഇരുന്നിന് സംസാരിക്കുന്നത്, അതൊക്കെ ഒരു 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 അടിപൊളി ഫീലാണ്. പോരത്തിന് ചുമരിലൊക്കെ ഈ തമിഴ് കോലമുണ്ട്, കോലം വരയ്ക്കുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരു പഴയ രീതിക്കുള്ള ഒരു, എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ രീതിക്കുള്ള സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പോലെ തന്നെ ഈ വീട് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ ആ 2 റൂമും കൂടെ യൂസ് ചെയ്ത് എൻ്റെ സ്റ്റുഡിയോ, ഒന്നില്ലെങ്കിൽ ഈ റൂം സ്റ്റുഡിയോ പോലെ എൻ്റെ യാത്ര ചെയ്ത് ഓർമ്മയുള്ളത് കണ്ട, യാത്ര ചെയ്ത ഓരോ ഫോട്ടോസാണ് ഈ റൂം മൊത്തം ഉള്ളത്. ഈ റൂം എൻ്റെ, ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂം എൻ്റെ യാത്ര ചെയ്ത സ്ഥലങ്ങളും സാധനങ്ങളും വെക്കുന്ന ഒരു റൂമായിട്ട് മാത്രം മാറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അപ്ഡേഷൻ കേട്ടോ. അപ്പോൾ ഇനി വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ, വാർപ്പ് കഴിഞ്ഞ് 2 നില വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാം നല്ല രീതിക്ക് പോകണം. അപ്പോൾ ഇനിയും പോകണം, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.